ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദിയായ നർമ്മദയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. മധ്യപ്രദേശിലെ മൈക്കല മലനിരകൾ അമർകണ്ടക് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ്. നർമ്മദയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 1312 കിലോമീറ്റർ ആണ് കേട്ടോ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ്. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെടുന്നു. വിന്ധ്യ സത്പുര നിരകളിലൂടെ ഒഴുകുന്ന നദി. പർവ്വതങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദി എന്നും നർമ്മദ അറിയപ്പെടുന്നു. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കപ്പെടുന്ന നദി. ഡക്കാൻ പീഠഭൂമിയുടെയും മാൾവ പീഠഭൂമിയുടെ ഇടയിലൂടെ ഒഴുകുന്നു. മധ്യപ്രദേശിലെ ജീവരേഖ എന്നറിയപ്പെടുന്നു കേട്ടോ. കൂടാതെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ് നർമ്മദ. മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഇത് ഒഴുകുന്നുണ്ട്. നർമ്മദയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ. ഏതൊക്കെയാണ്? താവ, ബഞ്ചാർ, ഷേർ, ഹിരൺ എന്നിവ. നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി താവയാണ്. ഏതാണ്? താവയാണ്. കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടുള്ള നദിയും നർമ്മദയാണ് കേട്ടോ. നർമ്മദയുടെ തീരത്തുള്ള പ്രധാന നദികൾ ഏതൊക്കെയാണ്? നഗരങ്ങൾ ഏതൊക്കെയാണ്? ഹോഷംഗാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ. ഏതൊക്കെയാണ്? ഹോഷംഗാബാദ്, ജബൽപൂർ, ഓംകാരേശ്വർ, മാണ്ഡ്ല എന്നിവയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാമായ സർദാർ സരോവർ ഡാം നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിൽ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നത്. ഏതാണ്? ഗുജറാത്തിൽ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ സ്ഥാപിച്ചത് മേധാ പട്കറാണ്. രുഡിയാർഡ് കിപ്ലിംഗ് എഴുതിയ ദി ജംഗിൾ ബുക്ക് എന്ന കൃതിയിൽ പരാമർശിക്കുന്ന കൻഹ ദേശീയോദ്യാനം നർമ്മദയുടെ തീരത്താണ്. നർമ്മദ നദി അറബിക്കടലിൽ പതിക്കുന്നത് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് ഓഫ് കമ്പട്ടിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് ഗൾഫ് ഓഫ് കമ്പട്ടിൽ വെച്ചിട്ടാണ് എവിടെ പതിക്കുന്നത് വെച്ചാൽ അറബിക്കടലിൽ പതിക്കുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവറിന് തീരത്താണ് കേട്ടോ. കൂടാതെ സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്തൃ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവയാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് മേധാ പട്കറാണ്. മേധാ പട്കർ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്നതാണ്. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഇന്ദിരാസാഗർ, സർദാർ സരോവർ, ഓംകാരേശ്വർ. ഏതൊക്കെയാണ്? ഇന്ദിരാസാഗർ, സർദാർ സരോവർ, ഓംകാരേശ്വർ എന്നിവയാണ്. നർമ്മദയുടെ പതനസ്ഥാനം ഓൾറെഡി പറഞ്ഞതാണ്. അറബിക്കടലിൽ ഗൾഫ് ഓഫ് കമ്പത്തിലാണ് പതിക്കുന്നത് കേട്ടോ. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ വന്നത് 1969 ഒക്ടോബർ 6 വന്നത് കേട്ടോ. കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നർമ്മദയുടെ തീരത്താണ്. ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയ നദീതീരമാണ് നർമ്മദ.